ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയനെയും ഒക്കെ പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ മലയൻകീഴ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ടിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. വീട്ടിലെ കോമ്പൗണ്ടിൽ കയറിയാണ് അടിച്ചത്. ഒരു പട്ടി എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അതേ ഫീലിംഗ് ആയിരുന്നു നമുക്ക്. ശരിക്കും പറഞ്ഞാല് ഒരു നീതി കിട്ടിയില്ല, നീതി കിട്ടിയിട്ടില്ല. 65 വയസ്സുള്ള 2 വൃദ്ധ ദമ്പതികൾ അവരുടെ ഒരു പരാതി, അവരെ വീട്ടിൽ കയറി ആക്രമിച്ചു അല്ലേ? നിങ്ങളുടെ പേരെന്താണ്? സുകുമാരൻ. ഓക്കെ, നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? നാലാങ്കല്ല് മുകളിൽ കുണ്ടാങ്കോണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവരെ വീട്ടിൽ കയറി ഒരാൾ ആക്രമിച്ചു. അയാള് നായയും കൊണ്ടുവന്നു. അതിനെ നായയെ കൊണ്ട് ഇവരുടെ കോമ്പൗണ്ടിലെത്തി. അത് ഇവർ ചോദ്യം ചെയ്തു. അതിനെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഈ 65 വയസ്സുള്ള ഈ അപ്പച്ചനെയും അമ്മയും മർദ്ദിച്ചു. ഈ അമ്മ എന്തൊക്കെ ചെയ്തു? അടിച്ചു, കയ്യിൽ വലിച്ചൊടിച്ചു, പിടിച്ചു തള്ളി, നൈറ്റ് വലിച്ചു കീറി, നിലത്തിട്ട് തന്നെ ചവിട്ടി, എല്ലാം ചെയ്തു. ഡ്രസ്സൊക്കെ വലിച്ചു കയറി. നൈറ്റ് ആയിരുന്നു വലിച്ചു. പിന്നെ ആദ്യം ഇടിച്ച്, അത് മാറിയപ്പോഴത്തേക്ക് അടിച്ച്, എന്നിട്ട് പിടിച്ച് തള്ളി. ഏതായാലും ഈ 2 ദമ്പതികൾക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. അത് ഇദ്ദേഹത്തിനെ ശാരീരികമായി വളരെയധികം ഉപദ്രവിച്ചു. ഈ അമ്മയെ ഉപദ്രവിച്ചു. അവരുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറിയ അവസ്ഥയുണ്ടായി. അവരെ ചെകിടത്തടിച്ചു അല്ലേ? ഇത് കൂടാതെ ഇവരുടെ കയ്യിലൊക്കെ പരിക്കുണ്ട്, കയ്യിലൊക്കെ നീരുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഗുരുതരമായ ഒരു പരാതിയുമായിട്ടാണ് ഇവർ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇന്നേ ദിവസം രാവിലെ 9 മണിക്ക് ഇവർ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ മകളുമൊത്ത് പരാതി നൽകാൻ വേണ്ടി എത്തി. ഇപ്പോൾ സമയം ഇവിടുത്തെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലെ തന്നെ ഒരു വാച്ചിൽ കാണാവുന്നതാണ്. 10:15 മണിയായിട്ടുണ്ട്. ഇപ്പോഴും ഇവരിവിടെ നിന്ന് പോയിട്ടില്ല. ഇതിന്റെ കാരണത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഈ പരാതിയിൽ മൊഴിയെടുക്കാനോ FIR ഇടാനോ ഈ പോലീസ് കൂട്ടാക്കിയില്ല. ഇവരുടെ ശക്തമായ ഇടപെടൽ, ഇവരുടെ മകൾ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടു. അവരുടെ സമ്മർദ്ദം സഹിക്കാനാകാതെ അവർ SP ഓഫീസിൽ അടക്കം പോയി. ഇവർ മൊഴിയെടുക്കുന്നില്ല, FIR ഇടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ കൊടുത്തപ്പോൾ വൈകുന്നേരം മനസ്സില്ലാ മനസ്സോടെ ഈ പോലീസ് FIR ഇട്ടു. ഈ FIR ഇട്ടതിലാണ് ഇനിയുള്ള രസം. ഇവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിൽ വന്നിട്ടില്ല അല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ഇവർ പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ചിലത് ഇവർ പറയാത്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രതികൂലമായ രീതിയിൽ എഴുതി ചേർത്തു അല്ലേ? അങ്ങനെയല്ലേ സംഭവം? അങ്ങനെയല്ലേ? ആ സാർ നമസ്കാരം. സാർ ഞാൻ വിസ്മയ ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് രജനീഷ് എന്നാണ്. വിസ്മയ ന്യൂസ് ചാനലിൽ നിന്നാണേ. സാർ ഞാൻ വിളിച്ചത് മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു. ഒരു 65 70 വയസ്സുള്ള 2 ദമ്പതികൾ, അവരുടെ ഒരു പരാതി ഉണ്ടായിരുന്നേ. അവരെ വീട് കയറി ആക്രമിച്ച ഒരു പരാതിയാണ്. അവർ രാവിലെ 9 മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി കൊടുത്തിട്ട് അവരുടെ മൊഴിയെടുക്കാനോ FIR ഇടാനോ പോലീസ് തയ്യാറായില്ല. ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നിലാണ് മൊഴിയൊക്കെ എടുത്ത് FIR ഇട്ടത്. പക്ഷെ ഈ മൊഴിയുടെ പകർപ്പ് ഇവർ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് വായിക്കാൻ കൊടുത്തില്ല. ഈ മൊഴി വെച്ചിട്ട് ഡയറക്റ്റ് അവർ FIR ഇട്ടു. ഈ FIR-ൽ ഇവർ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്, പറഞ്ഞ കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ അവർക്കതിൽ പരാതി, മൊഴി അവർക്ക് വായിച്ചു നോക്കാൻ കൊടുത്തില്ല. അവർ വായിച്ചു നോക്കണം. അവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ മകൾക്ക് വായിച്ച് നോക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് കൂട്ടാക്കിയില്ല എന്നാണ് അവരുടെ പരാതി. അവരെ തമ്പ് ഇംപ്രഷൻ വാങ്ങി. അത് കോപ്പി കൊടുക്കണമെങ്കിൽ സാർ അവർക്ക് കണ്ണിന് പ്രശ്നം ഉള്ളതുകൊണ്ട് അവരുടെ മകളെ കൊണ്ട് വായിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. ഇവർ പറഞ്ഞു കോപ്പി കൊടുക്കണമെങ്കിൽ അതിൽ ഒപ്പിടണം എന്ന് പറഞ്ഞ് തമ്പ് ഇംപ്രഷൻ വാങ്ങി. സാർ ഇപ്പൊ അവരൊരു കോപ്പി കൊടുത്തു. പക്ഷെ അവര് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയില്ല. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് കൊടുത്താൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വേറെ നിയമിക്കുമ്പോഴത്തേക്ക് അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും കൊടുക്കാൻ കഴിയില്ല അല്ലേ? അന്വേഷിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് അന്നേരം കൊടുത്താൽ മതി. അതെ കൊടുക്കാം. കണ്ടു ചോദിക്കുമല്ലോ. ആ ശരി സാർ. ഓക്കെ.
നിങ്ങൾ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ FIR എഴുതിയിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തിയിൽ വെച്ചാണ് തല്ലിയെന്ന് പറയും. യഥാർത്ഥത്തിൽ എവിടെ വെച്ചാണ് തല്ലിയത്? വീടിന്റെ കോമ്പൗണ്ടിൽ കയറിയാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. വീട്ടിന്റെ കോമ്പൗണ്ടിൽ കയറിയാണ് അടിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള പരിക്കുകളൊക്കെ അവർ കൃത്യമായിട്ട് FIR രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതൊന്നും പറഞ്ഞിട്ട് പറഞ്ഞു. കയ്യുടെ കാര്യം പറഞ്ഞു, പിന്നെ നെഞ്ചിന്റെ കാര്യം പറഞ്ഞു. വലിച്ചു കയറിയെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ശരി, ഏതായാലും ഈ വിഷയത്തില് ഈ കഴിഞ്ഞ ദിവസം ഇവര് ആക്രമണത്തിന് ഇരയായി. ഇവരെ ഒരാൾ വീട്ടിലെത്തി ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഇവരുടെ വീടിലൊക്കെ ഒരുപാട് കേടുപാടുകളുണ്ട്. ആ വീടിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് വളരെ ശക്തമായ ഇടപെടൽ നടത്തിയ ഇവരുടെ മകളാണ്. സാധാരണ രീതിയിൽ ആൺമക്കളൊക്കെ ആണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ വരുന്നത്. ഇവര് ഈ രാത്രി 10:30 മണിയായിട്ടും ഈ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ എത്തുന്നവരെ നിങ്ങൾക്ക് FIR കിട്ടിയില്ലായിരുന്നു അല്ലേ? എത്തുന്നവരെ കിട്ടിയില്ലായിരുന്നു. FIR കോപ്പി കിട്ടിയില്ല, കോപ്പിയും കിട്ടിയില്ല. അവര് നമുക്ക് വായിച്ചു നോക്കാനും സമ്മതിച്ചില്ല. അതായത് ഇവരുടെ പക്കൽ നിന്ന് എടുത്ത മൊഴി ഇവർക്ക് വായിച്ചു നോക്കാൻ കൊടുത്തില്ല. അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയനെയും ഒക്കെ പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ മലയങ്കിഴി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇവരുടെ മൊഴി എടുത്തത് അവർക്ക് വായിച്ചു നോക്കാനുള്ള അവസരം ഉണ്ടാക്കിയില്ല. ആ മൊഴിയുടെ കോപ്പി കിട്ടണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ? ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അമ്മയുടെ തമ്പാണ് അവർ അടയാളം ചെയ്തത്, സൈനല്ല. അപ്പൊ ഏതായാലും ഇവര് ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇവര് ഈ ഒരു കാര്യങ്ങളൊക്കെ കാട്ടി ഉന്നത അധികാരികൾക്ക് പരാതി ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ FIR-ൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു അപേക്ഷയും കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്റെ അമ്മ പറയാത്ത കാര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എഴുതി ഒപ്പിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കണം, അത് പരിശോധിക്കണമെന്ന് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മലയങ്കിഴി പോലീസ് സ്റ്റേഷൻ ആരുടെ പരാതി കൊടുത്തത്? ഈ പോലീസ് എന്ത് സമീപനമാണ് എടുത്തത്? നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. നമ്മളെന്തോ പുറത്ത് കിടക്കുന്ന ഒരു പട്ടികൾ വന്നിട്ട് പോകുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഒരു പട്ടി എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അതേ ഫീലിംഗ് ആയിരുന്നു നമുക്ക്. ശരിക്കും പറഞ്ഞാല് ഒരു നീതി കിട്ടിയിട്ടില്ല. ഏതായാലും ഒരു വനിതയാണ്. അവര് മക്കളെയൊക്കെ വീട്ടിൽ തനിച്ചാക്കിയിട്ടാണ് ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവരുടെ വന്ന് ഈ രാത്രിയിലും ഇവിടെ നിൽക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയ്ക്കും നീതി വാങ്ങി കൊടുക്കേണ്ടത് മകളെന്നുള്ള രീതിയിൽ അവരുടെ ആവശ്യമാണ്, അവരുടെ അവകാശമാണ്. ഈ അവകാശം നടപ്പിലാക്കി കൊടുക്കണമെന്നാണ് കേരള പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ മലയങ്കിഴി പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ ഒരു സംഭവം പരിശോധിക്കണം, ഇവർക്ക് നീതി നടപ്പിലാക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.